സർക്കാർ പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിന് ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ.എ. തുളസി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കോങ്ങാട് മണ്ഡലം അവലോകന യോഗത്തിൽ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുകയായിരുന്നു മന്ത്രി. നമുക്കതൊക്കെ യഥാസമയത്ത് പൂർത്തീകരിക്കാനും ആളുകൾക്കായി സൗകര്യങ്ങൾ ഒരുക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. കോങ്ങാട് നിയോജകമണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ നല്ല വർക്കുകളെയും, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള കഠിനാധ്വാനത്തെയും നിങ്ങളുടെ പ്രവൃത്തിയെയും ഒക്കെ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അതുപോലെ തന്നെ സഹകരണവും നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം, ആത്മാർത്ഥമായിട്ടുണ്ടാകണം. സർക്കാർ പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിന് പ്രായോഗിക തടസ്സങ്ങളുണ്ടെങ്കിൽ അതാത് വകുപ്പുകൾ അറിയിക്കണമെന്നും കിഫ്ബി പദ്ധതികൾ സംബന്ധിച്ച് സർക്കാർ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും അവർ പറഞ്ഞു. കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ കെട്ടിട നിർമ്മാണം 80% പൂർത്തിയായിട്ടുണ്ട്. 2.5 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. ഗവൺമെന്റ് പത്തിരിപ്പാല സ്കൂൾ കെട്ടിടം 2 മാസത്തിൽ പൂർത്തിയാകും. മുട്ടിക്കുളങ്ങര കമ്പ കിനാവല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൾവർട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. BM പ്രവൃത്തി 90% പൂർത്തിയാക്കി. വിവിധ സബ് ഡിവിഷനുകളുടെ നേതൃത്വത്തിൽ റോഡുകളിൽ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നതായും യോഗം വിലയിരുത്തി. മുച്ചൂരി പാലം നവീകരണം പൂർത്തിയായി. ഒലിപ്പാറ നൊമ്പരത്തിത്തോട് പാലം, കല്ലാർപ്പുഴയ്ക്ക് കുറുകെയുള്ള 3-ാം തോട് പാലം തുടങ്ങിയവയുടെ തൽസ്ഥിതിയും വിലയിരുത്തി. മുണ്ടൂർ തൂത റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേരുമെന്ന് യോഗത്തിൽ മന്ത്രി അറിയിച്ചു. VK ശ്രീകണ്ഠൻ MP, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് PK അഖിൽ, ADM അബ്ദുൽ ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCN പാലക്കാട്.